300 എപ്പിസോഡുകൾ പിന്നിട്ട് ഇത് ഐറ്റം വേറെ ജൈത്രയാത്ര തുടരുന്നു. ചിരിയുടെ പുത്തൻ ഭാവങ്ങളും രസമുഹൂർത്തങ്ങളും സമ്മാനിച്ച് ഇത് ഐറ്റം വേറെ മുന്നേറുമ്പോൾ തുറക്കപ്പെട്ടത് മലയാള ടെലിവിഷൻ കോമഡി ചരിത്രത്തിലെ മറ്റൊരു അധ്യായം. നല്ല സൂപ്പർ കോമഡി അത്. ഞാൻ എപ്പോഴും അതേ കാണുള്ളൂ. ഞങ്ങളെ രണ്ടുപേരുടെ ആരെങ്കിലും ഒരാളെ തന്തയ്ക്ക് വിളിക്കാവോ? അതല്ലേ നിന്റെ 7 പല്ല് അടിച്ച് തളയണ. ഇത് ഭയങ്കര ടൈറ്റും ഇത് ഭയങ്കര ലൂസും. ഒരു ഡബിൾ മീനിങ്ങോ അല്ലെങ്കിൽ ഒരു വൃത്തികേടിൻ്റെ ഭാഷകളോ അങ്ങനെയൊന്നും ഇല്ലാതെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ സിമ്പിളായിട്ട് അവതരിപ്പിച്ച് അതിലൊരു കോമഡി കണ്ടെത്താൻ അവർ അധികം വിജയിക്കുന്നുണ്ട്. ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ നാട്ടുകാർ കണ്ടാൽ പറയണം ഒരു ടൊവീനോ ലുക്ക്. എന്താണ് ചുറ്റിനും നടക്കുന്നത്? നിന്നെ എവിടെ തൊട്ട് ടൊവീനോ ആക്കണം. സാധാരണക്കാരായ കലാകാരന്മാരുടെ വിളയാട്ട ഭൂമിയായി മാറി ഈ ബ്രഹ്മാണ്ഡ വേദി. പൈസ കൊടുക്കണ്ടെങ്കിൽ നല്ല കാര്യം, അത് ജീവിച്ചു പോട്ടെ. അങ്ങനെയുള്ള കലാകാരന്മാർ പറഞ്ഞിട്ട് അവർക്ക് ജീവിക്കാനുള്ള. പ്രേക്ഷക ചിരിയിൽ കലാകാരന്മാർ ഇതുവരെ നേടിയത് 3 കോടിയിലധികം രൂപ. നമുക്ക് ഫാമിലി ആയിട്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. നിർധനരായ ഒരുപാട് കലാകാരന്മാർക്ക് കിടപ്പാടമുണ്ടായി. ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസ പിന്തുണ നൽകാൻ ഈ വേദിക്ക് കഴിഞ്ഞു. തൃശ്ശൂരുള്ള ജീവൻ എന്ന് പറഞ്ഞ ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ദിര മാഡം, ഇവിടെ രണ്ടുപേരും കൂടി 2 ലക്ഷം രൂപ തന്നു. പിന്നെ അയർലൻഡിലുള്ള ആന്റണി എന്ന് പറഞ്ഞ സാറ് 1 ലക്ഷം രൂപ തന്നു. ഇപ്പോൾ വീട് സംഘടന പണിത് തരും. മലപ്പുറം ജില്ലയിലെ ബിൽഡിംഗ് ഡിസൈനേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞങ്ങൾ ഓരോ വർഷവും ഒരു വീട് എന്ന നിലയ്ക്ക് 13 വീടുകളോളം ചെയ്തു. ഇപ്പോൾ 14ാമത്തെ വീടാണ് സൈന്ധവന് നൽകുന്നത്. രാജേഷിന് വേണ്ടി ഒരു വീട് ചെയ്യുന്നുണ്ട്. ടെലിവിഷൻ കോമഡിയുടെ പുതിയ വ്യാകരണം രചിച്ച ഐറ്റം വേറെ ജൈത്രയാത്ര തുടരുമ്പോൾ ഉദയം കൊണ്ടത് സമാനതകളില്ലാത്ത അഭിനയ പ്രതിഭകളാണ്. ഹലോ വനിജ ടീച്ചറേ. ചിരിയുടെ കാഹളം നെഞ്ചേറ്റിയ പ്രേക്ഷകർക്ക് ഹൃദയാലിംഗനം. ഈ ഐറ്റം വേറെ ലെവൽ.